നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്ററാണ്. ഒരു 5 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ്. എൻ്റെ സ്റ്റുഡൻ്റാണ്. എസ്പെഷ്യലി കൊറോണ കാലഘട്ടത്ത് ഓൺലൈനിൽ പഠിച്ചതാണ്. ആളുടെ പേര് ഡാനാണ്. ആൾക്കിപ്പോൾ സ്വന്തമായിട്ട് യൂട്യൂബ് ഉണ്ട്, ആൾ ഫ്രീലാൻസ് ചെയ്യുന്നുണ്ട്, കമ്പനിയുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്നതാണ്. ആളുടെ സിസ്റ്ററും എൻ്റെ കൂടെ എൻ്റെ അടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 2 എക്സ്പെർട്ടുകൾ തമ്മിലുള്ള ഡിസ്കഷനാണ്. ആളുടെ പ്രൊജക്റ്റുകൾ ചെയ്തേക്കുന്ന എക്സ്പീരിയൻസും ഞാൻ എൻ്റെ എക്സ്പീരിയൻസും ആളുടെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ അതുമാതിരി ഒരു ചിറ്റ്ചാറ്റാണ്. ഡാൻ, നമസ്കാരം. അപ്പോൾ വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഡാൻ കൊറോണ കാലഘട്ടത്താണല്ലോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചത്. അപ്പോൾ ഡാൻ എന്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് ഈ ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള എന്താണ് നിങ്ങളുടെ ഒരു കാരണം? ഫീൽഡ് അപ്പോൾ ഞാൻ ആക്ച്വലി ബിടെക് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ചെയ്തു. ഓക്കെ. അപ്പോൾ അത് ഞാൻ പാസ്സായി. അതെ. ഒരു 75% മാർക്കാണ് പാസ്. അതെ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി കേരളത്തിലെ നമ്പർ 1 കോളേജിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. സൂപ്പർ. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് പഠിച്ച് പാസ്സായി. പക്ഷേ ഒരു 2ാമത്തെ വർഷമായപ്പോഴത്തേക്ക് എനിക്ക് അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് പോയി. പക്ഷേ എന്തോ പിന്നെ എനിക്ക് ഒരു ഹോബി പോലെ ഞാൻ എഴുതുമായിരുന്നു. കവിത, ആർട്ടിക്കിൾസ്, ബ്ലോഗ്സ്. ഞാൻ ഓർക്കുന്നുണ്ട്, കണ്ടന്റ് റൈറ്റർ ആണെന്ന് പറഞ്ഞു. കറക്റ്റ്, ശരിയാണ്. അതെ അതെ. അപ്പോൾ അങ്ങനെ ഫ്രീലാൻസ് ചെയ്ത് കണ്ടന്റ് എഴുതി കുറച്ച് ആ സമയത്ത് സൈഡ് മണി ആയിട്ട്, പോക്കറ്റ് മണി ആയിട്ട് ചെയ്യുമായിരുന്നു. അതെ. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടന്റ് വെച്ചിട്ട് റൈറ്റിംഗ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ അപ്പോൾ പറയുകയും ചെയ്തു, റൈറ്റിംഗ് കോണ്ടന്റ് ഈസ് കിങ് ആണ്. നിങ്ങൾക്ക് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഇതിൽ ഷൈൻ ചെയ്യുന്ന ഞാൻ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സത്യം. അതെ. അപ്പൊ അന്ന് ഈ പറഞ്ഞ ഒരു ChatGPT ഒന്നുമില്ല. അതെ. അപ്പൊ നമ്മൾ സ്വന്തമായിട്ടിരുന്ന് എഴുതുന്ന വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിലെനിക്ക് ഒരു ഇൻകം പൊട്ടൻഷ്യൽ കണ്ടു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് എനിക്ക് ഒരു സെയിൽ നടത്താമെന്ന് എനിക്ക് മനസ്സിലായി. എഴുതിയ ആൾക്കാർ അതിനെ കൺവിൻസ് ചെയ്യാം എന്നുള്ളൊരു സാധനം. വെരി ഗുഡ്. അങ്ങനെ അന്നാ പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം, ഇതെന്തോരം പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന രീതിയിൽ ഞാൻ മനസ്സിലായി വരുന്നത്. അപ്പോൾ ഈ കണ്ടന്റ് എഴുതി ആൾക്കാരെ കൺവിൻസ് ചെയ്ത് സെയിൽ വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സെയിൽസിനോട് താല്പര്യമുണ്ട് ബേസിക്കലി. ഒരു സെയിൽസ് അതാണുള്ളത് അതിൽ കാണിക്കണേ. ഒരു സെയിൽസ് പേഴ്സന്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് നേരത്തെ തന്നെ. പിന്നെ തീർച്ചയായും. അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കോളേജിലായിരുന്നപ്പോൾ ഇപ്പോൾ ഒരു പ്രസന്റേഷൻസ് ചെയ്യുമ്പോൾ പോലും ടീച്ചർമാർ നീ ഇത് തന്നെ ഞങ്ങൾ വിൽക്കുവാണോ? അതെ. നീ സാധാരണ ആൾക്കാർ PPT നോക്കി വായിച്ച് പറയാം. അതെ അതെ അതെ. എന്നിട്ട് മാം നീ എന്തത് ഞങ്ങളോട് വിൽക്കുവാണോ എന്ന് ചോദിക്കും. എനിക്കത് ഇഷ്ടമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതും എല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന താല്പര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തു, ഓക്കെ ഇത് ചെയ്ത് നല്ലതായിരിക്കും. കറക്റ്റാണ്. കാരണം സെയിൽസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. തീർച്ചയായിട്ടും ആ സ്കില്ല് ആണ് വേണ്ടത്. വെരി ഗുഡ്. അതായത് ഒരാളുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് നമ്മുടെ പോക്കറ്റിൽ കാശ് ഇടാന്ന് പറയുന്നത് അത് ഭയങ്കര പാടാണ്. ആൾക്കാർ നമ്മൾ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യണം. അതെ അതെ. മനസ്സിലായി. ട്രസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല, അവരുടെ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് എഴുത്തുകൊണ്ടോ വീഡിയോ കൊണ്ടോ പല രീതിയും ചെയ്യാം. ഞാൻ എഴുത്തുനിന്നാണ് തുടങ്ങിയത്. ഓക്കെ. അങ്ങനെയാണ് പിന്നെ ഇതിനെ കുറിച്ച് ഡെപ്ത് മനസ്സിലാക്കി ഇതിലെങ്ങനെ കുറച്ചും കൂടി പ്രൊഫഷണലി കുറച്ചും കൂടി ഡെപ്തിൽ ചെയ്യാം. അങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാന്ന് വെച്ചാൽ. എക്സാക്ട്ലി. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ പ്രൊഫസേഴ്സിന് 1-2 ഫ്രണ്ട്സിന്റെ ഒക്കെ കമ്പനീസിൽ ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്തിരുന്നു. എന്തായിട്ട്? ഇത് ഒന്ന് സെയിലായിട്ട്, സെയിൽസ്, അതായത് ഞാൻ ഡോർ ടു ഡോർ പോയിട്ട്, അവരൊരു എഡ്ടെക് കമ്പനി ആയിരുന്നു. അപ്പൊ എഡ്ടെക് കമ്പനി ആയിരുന്നു, മാത്സ് വൺ എന്നായിരുന്നു പേര്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ മാതിരി അവരുടെ ബുക്ക്, അവരുടെ കോഴ്സും കാര്യങ്ങളൊക്കെ സെല് ചെയ്യുമായിരുന്നു. അതേപോലെ വേറൊരു വെബ്സൈറ്റ് സ്കൂൾ കുട്ടി എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ മാതിരി ഒരു പിള്ളേർക്കുള്ള ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ വെബ്സൈറ്റിലും ഈ റൈറ്റ് സൈഡിലും ബാനറിലൊക്കെ നമുക്കിങ്ങനെ, അതായത് ഇപ്പോൾ അബാക്കസ് സെന്ററിൽ പോയിട്ട് ഞാൻ പറയണം, ഈ സൈറ്റിൽ അത്യാവശ്യം ടാർഗറ്റഡ് ഓഡിയൻസ് പാരന്റ്സ് വരുന്നുണ്ട്, നിങ്ങൾ അബാക്കസിന്റെ സൈറ്റ് ഇവിടെ കൊണ്ട് നിങ്ങൾ ഒരു പരസ്യം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റീച്ച് കിട്ടും. ആ രീതിയിൽ ഇങ്ങനെ ഞാൻ പോയി തുടങ്ങി. അവരുടെ വീട്ടിൽ പോയി സംസാരിക്കണം. അപ്പോൾ അങ്ങനെ അത് എനിക്ക് എങ്ങനെയോ കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ആ സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് പിന്നെ അത് കുറേയൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെയാണ് എനിക്കിത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് സാറിൻ്റെ ആഡ് കണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വിളിക്കുന്നു. അങ്ങനെ 1-2 തവണ വിളിച്ചു. പിന്നെ സാറിൻ്റെ അവിടെ സെയിൽസും പിന്നെ ഞാൻ സാറിനെ കിട്ടി.
അപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ സാർ, ഞാൻ ഇതിന്റെ പൊട്ടൻഷ്യൽ ഇമെൻസ് ആണ്, നിങ്ങൾ കണ്ടന്റ് റൈറ്റിംഗ് നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട്, ഇത് വെച്ച് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ചെയ്യാം, ഇത് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാം, പൊട്ടൻഷ്യൽ ഇമെൻസ് ആണെന്ന് ഒരു കൺവിക്ഷൻ കിട്ടി. അതേപോലെ സാറിന് യൂട്യൂബിലുള്ള ആ ഒരു ജെറ്റ് എയർവേസിന്റെ സ്റ്റോറീസും പിന്നെ ഇതൊക്കെ ഞാൻ ഇരുന്ന് സ്റ്റഡി ചെയ്തു. എനിക്കറിയാം നമ്മുടെ ബാച്ചിൽ ഏറ്റവും എന്നെ സ്ട്രൈക്ക് ചെയ്തതും നിങ്ങളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചതും കൂടുതൽ മനസ്സിലാക്കിയതും അതിനുശേഷം ഇപ്പോഴും കീപ്പ് ഇൻ ടച്ച് ചെയ്തതും ഇപ്പം ഈ പോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ ഓർത്തതൊക്കെ അതുകൊണ്ടാണ്. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ അപ്പം 1 month കറക്റ്റായിട്ട് ആ ഒരു നൈറ്റ് ടൈം, അത് ഓൺലൈൻ ആയതുകൊണ്ട് സാറ് പറയുന്നത് അപ്പത്തന്നെ പ്രാക്ടിക്കലി നമുക്ക് ചെയ്തൊക്കെ നോക്കാൻ പറ്റും. അതേപോലെ അന്ന് ആ ഗൂഗിൾ ആഡ് സർട്ടിഫിക്കേഷനും ചെയ്യാൻ പറ്റി. അപ്പൊ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു കോൺഫിഡൻസ് ആയി. അത് കഴിഞ്ഞ് അറിയാം. നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ ജോബിൽ കയറിയോ? എന്തായിരുന്നു? ഞാൻ ഉടനെ തന്നെ ജോലി കയറി. എവിടെ? ഏത് കമ്പനിയിലാണ്? അത് ഞാൻ ഒരു എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, ഡിജിറ്റൽ കമ്പനി കയറി. അല്ല, അതൊരു എഡ്ടെക് കമ്പനി ആയിരുന്നു. അതെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ അവിടെ എന്തൊക്കെ ചെയ്തു ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? അവരെല്ലാം ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു. അതായത് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് എ ടി ഷേപ്പ് നോളജ്. അതായത് എല്ലാത്തിനെ പറ്റി ഒരു ഐഡിയ വേണം. വെരി ഗുഡ്. ഒരു പർട്ടിക്കുലർ സാധനത്തിനെ പറ്റി സ്പെഷ്യലൈസ് ചെയ്യണം. വെരി ഗുഡ്. അല്ലാതെ എല്ലാം മാത്രം അറിഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് എന്നോട് ഇപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ എക്സ്പെർട്ട് ആവുന്നതിലും നല്ലതെന്ന്. അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് എല്ലാത്തിനെയും കുറിച്ചൊരു നോളജ് ഉണ്ടാക്കണം, എന്നിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾ എക്സ്പെർട്ട് ആവാം. കാരണം എന്നാലാണ് നിങ്ങൾക്ക് എന്താണ് നടക്കണമെന്ന് അറിയണമല്ലോ. എക്സാക്ട്ലി. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു. അപ്പോൾ അതിൽ SEO നന്നായിട്ട് വർക്കായി. വെരി ഗുഡ്. പിന്നെ സോഷ്യൽ മീഡിയ ആഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ഗൂഗിൾ ആഡ്സ് ആണ്. അടിപൊളി. ഓക്കെ. അപ്പോൾ ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ആഡ്സും വർക്ക് ചെയ്യും, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യും, ഗൂഗിൾ എല്ലാം വർക്ക് ചെയ്യും. ഓക്കെ. പക്ഷേ എന്തോ ആ സമയത്ത് എനിക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തത് ഗൂഗിൾ ആഡ്സ് ആയിരുന്നു. ഡെഫിനറ്റ്ലി. അതിൽ ഇപ്പോഴും എല്ലാവരും, ഇപ്പം ഞാൻ ഗൂഗിളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 25 to 50 crore ഞാൻ ഡിജിറ്റലി സ്പെൻഡ് ചെയ്തേക്കുന്നത് സെർച്ചിൽ. മിക്ക കമ്പനിക്കാരും ഇപ്പോഴും ഗൂഗിൾ ആഡ് ചെയ്യാൻ മടിക്കുന്ന കാര്യം ഈ കോസ്റ്റ് പെർ ക്ലിക്ക് വെരി ഹൈ ആന്ന് പറയും. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇത് എപ്പോഴും പോസിറ്റീവാണ്. സത്യം. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ആഡ് ചെയ്യണം, ചിലവർ സോഷ്യൽ മീഡിയയിൽ 10,000 രൂപയ്ക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു 1000 എൻക്വയറി കിട്ടും. പക്ഷെ അതിൽ നിന്ന് 2 എണ്ണമായിരിക്കും കൺവേർട്ട് ചെയ്യുക. സത്യം. ഗൂഗിൾ ആഡിൽ നിന്ന് 10,000 ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 20 എൻക്വയറി ആയിരിക്കും വരുള്ളൂ, പക്ഷെ ഒരു 5 എണ്ണം കൺവേർട്ട് ആവും. ഇത് ആരും നോക്കുന്നില്ല. സത്യം. ആരും ട്രൈ ചെയ്യുന്നില്ല. എക്സാക്ട്ലി. അത് പിന്നെ പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു, ഞാൻ ഒരിക്കലും ആ പ്ലാറ്റ്ഫോമിനെ കുറ്റം പറയത്തില്ല. അതെ. അതായത് അത് യൂസ് ചെയ്യണനുസരിച്ച്. കറക്റ്റ്. അതായത് ഇപ്പോൾ ഈ സെയിം പ്ലാറ്റ്ഫോം, ഇപ്പോൾ ട്വിറ്റർ ആയാലും പിന്നെ മറ്റെന്താണ് ഒരു ലിങ്ക്ഡിൻ എന്ത് പ്ലാറ്റ്ഫോം ആയാലും പല ബിസിനസ്സുകൾക്ക് മില്യൺസ് ഓഫ് റവന്യൂ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. എക്സാക്ട്ലി. നമുക്കത് വർക്ക് ചെയ്യുന്നില്ല, നമ്മളത് ഒരുപക്ഷെ മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പറ്റിയതല്ല, ടാർഗറ്റ് ഓഡിയൻസിന് പറ്റാത്തായിരിക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് ദുബായിൽ ഒരു എഡ്യൂക്കേഷൻ ക്ലൈന്റ് ഉണ്ടായിരുന്നു. ഇവർ ടാർഗറ്റ് ചെയ്തത് ഈ പ്രൊഫഷണൽസിനെയാണ്, അതായത് CEO ആ ലെവൽ ഓഫ് പ്രൊഫഷണൽസിനെയാണ്. അവരുടെ കോഴ്സ് തന്നെ പറയണത് ഈ യൂറോപ്യൻ MBA ആണ്. അപ്പം ഞാൻ അവരുടെ 90% ബഡ്ജറ്റും സ്പെൻഡ് ചെയ്ത് ലിങ്ക്ഡില്ല. 90%. കാരണം അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് അതാണ്. പക്ഷെ അവരുടെ ഞാൻ കൊണ്ടുപോയി സോഷ്യൽ മീഡിയ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടില്ല. സത്യം. അത് ഒരു പ്ലാറ്റ്ഫോമിനെ എങ്ങനെ യൂസ് ചെയ്തനുസരിച്ചിരിക്കും നിങ്ങളുടെ സ്മാർട്ട്നെസ്. അതായത് ടാർഗറ്റ് ഓഡിയൻസ് കൃത്യമായിട്ട് പഠിക്കണം, എന്നിട്ട് വേണം കൃത്യമായിട്ട് നമ്മൾ അതിന് ടാർഗറ്റ്. കറക്റ്റ്. അവര് ആ ഇൻകം ഗ്രൂപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അവർ പറയുന്നത് റോൾസ് റോയ്സ് അവര് പരസ്യം ചെയ്യണത് ഇപ്പോൾ അവര് സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല. അതെ. അവര് ഓഫ്ലൈൻ ആണ്. പക്ഷെ അവര് ഈ പണ്ട് അവര് കാർ ഷോസിൽ കുറെ പോകുമായിരുന്നു. ഇപ്പൊ അവര് പോണത് കാർ ഷോസ് അല്ല, അവർ എയർ ഷോസിലാണ് പോകുന്നത്. കാരണം അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണ് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് എവിടെയാണോ നമ്മൾ അവിടെ എത്തണം. എക്സാക്ട്ലി. അവരുടെ രൂപത്തിലെത്തണം. ഞാൻ എൻ്റെ ഇവരുടെ അടുത്ത് പറയും, ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചിട്ട് ഈ ടാർഗറ്റ് ഓഡിയൻസ് ഇന്റർനെറ്റിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് നോക്കുക. ആ പ്ലാറ്റ്ഫോമിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇവിടെ മിക്കവരും ചെയ്യണമെന്ന് വെച്ചാൽ, ചിലവർ, ഞാൻ ചില ക്ലയൻറ്റുകൾ കാണാറുണ്ട്, എല്ലാ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവാണ്. ഇൻസ്റ്റ, ഫേസ്ബുക്ക്, പിൻട്രസ്റ്റ് എല്ലായിടത്തും ആക്റ്റീവാണ്. ഒരു ഗുണമില്ല. അവർ പറയണം ഞങ്ങളിവിടെ കിട്ടുന്നത് കാണിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ ഒരു പഴയ സ്ട്രാറ്റജിയാണ്. ഇപ്പം ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് പറയും,
നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഇൻസ്റ്റയിൽ മാത്രമാണോ? നിങ്ങൾ ഇൻസ്റ്റയിൽ മാത്രം മതി. ഇൻസ്റ്റയിൽ അഗ്രസീവായിട്ട് ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. ഗുഡ്. അപ്പോൾ ആൾക്കാർ ഇപ്പം എല്ലാവരും എഡ്യൂക്കേഷൻ കിട്ടി കൃത്യമായിട്ട് അതിലേക്ക് വരുന്നുണ്ട്. അതെ അതെ. ആൾക്കാർക്കൊരു പേടിയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നില്ലല്ലോ, എല്ലാത്തിലില്ലല്ലോ. ആ ഒരു അത് കാരണം അവർ ഭയങ്കര ഡ്രെയിൻഡ് ആവും. അവര് അവിടെ ഇവിടെ കൊണ്ട് ചെയ്യണം, എന്നിട്ട് അവരുടെ ഏതെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് അവരെയും കുറ്റം പറയും. അങ്ങനെ ആ ക്ലയന്റിൽ നിങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് കിട്ടി ഏതെങ്കിലും പർട്ടിക്കുലർ കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ് റിസൾട്ട് കിട്ടണം. ഗൂഗിൾ ആഡ്സിലാണ് എനിക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയിരിക്കുന്നത്. അവിടെ എത്ര നാൾ വർക്ക് ചെയ്തു? ഒരു 1 ഇയറോളം വർക്ക് ചെയ്തു. എനിക്കൊന്ന് ആ സെക്കൻഡ് ലോക്ക്ഡൌൺ ആയപ്പോഴത്തേക്കും അവർ ഇത്തിരി ഇതായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേറെ കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അവിടെ എന്താ ചെയ്തത് അടുത്ത രണ്ടാമത്തെ കമ്പനിയിൽ? അടുത്ത കമ്പനി സെയിം. അവിടെ പക്ഷേ കൂടുതൽ ഫോക്കസ് കണ്ടന്റ് റൈറ്റിംഗ് പ്ലസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെയും ഗൂഗിൾ ആഡ്സ് ആണ് കൂടുതൽ ചെയ്തിരുന്നത്. ഓക്കെ. പക്ഷെ എനിക്ക് സാർ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഇല്ലേ, അതായത് ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഒരുപാട് ലീഡ്സ് ഇങ്ങനെ വന്ന് കിടക്കും. അതെ. ഇതിലിവിടെ കുറവായിരിക്കും. അതെ. പക്ഷെ അതിന്റെ കൺവേർഷൻ റേറ്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ ഈ ROI കേസ് പറയുമ്പോൾ ചില ആൾക്കാർ ഈ ROAS എന്ന് പറയുന്ന ഒരു മെട്രിക് ഉണ്ട്, റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്. അത് കുറെ ആൾക്കാർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കാന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ROASനെക്കാളും കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്ന ഒരു മെട്രിക്, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടെക് കമ്പനി ഫോർ എക്സാമ്പിൾ ഒരാൾ ഇങ്ങനെ വന്നു, അയാൾ വന്ന് ചിലപ്പോൾ ആദ്യത്തെ ഇപ്പൊ നിങ്ങൾ 500 രൂപ പ്രൊഡക്റ്റ് ആയിരിക്കും സെല് ചെയ്തത്, പക്ഷെ അതിന് നിങ്ങൾ 600 രൂപ ചിലപ്പോൾ സ്പെൻഡ് ചെയ്തതാണ്, 100 രൂപ നഷ്ടമായിരിക്കാം. പക്ഷെ അയാൾ പിന്നെയും നിങ്ങൾ മേടിക്കുകയാണെന്നെങ്കിൽ അത് അവിടെ ലാഭമാണ്. ഇത് കുറെ ആൾക്കാർക്ക് അറിയത്തില്ല. അവര് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലവർ സ്പെൻഡ് ചെയ്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോണവരുണ്ട്. ഇനി ചില ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചിലവരുണ്ട് ഈ ഏജൻസിക്കാരെ മാറ്റിക്കൊണ്ടിരിക്കും. ഒരു ഏജൻസി കൊടുക്കണു, ഒരു മാസം റിസൾട്ടിൽ മാറ്റും. ഈ ഏജൻസി ഒരു മാസം കൊണ്ട് എല്ലാം പഠിച്ചിട്ടുണ്ടാവും. കമ്പനി എന്താ, ഇവരുടെ പ്രൊഡക്റ്റ് എന്താ, ഇവരുടെ നെഗറ്റീവ് സൈഡിന്റെ പഠിച്ചിട്ടുണ്ടാവും. പിന്നീടാണ് അവർ റിസൾട്ട് തരാൻ പോണേ, അപ്പോഴേക്കും എടുത്ത് മാറ്റും. ക്ലിയർ. ഞാൻ എല്ലാവരും പറയും നിങ്ങളൊരു ഏജൻസി ആയിട്ട് ചെയ്യുക. കാരണം അവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ്, ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പ്രൊഡക്റ്റ് നോളജ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യം പ്രൊഡക്റ്റ് നോളജ് അറിയണം, എന്താണ് അതിൻ്റെ ട്രെൻഡ് അറിയണം. ഒരാളെടുത്ത് ചെയ്ത് 3 മാസം റിസൾട്ടിൽ അവനെടുത്ത് മാറ്റാണ്, അതേപോലെ വീണ്ടും മറ്റോ ആദ്യം തൊട്ട് പഠിക്കുകയാണ്. ഇത് ഒന്ന് ക്ഷമ വേണം, വെയിറ്റ് ചെയ്യണം. ഇതൊരു വേറൊരു സംഭവമാണ്. റിസൾട്ട് ചെയ്ത് ആൾക്കാരുടെ എത്തിച്ച് പയ്യെ കൺവിൻസ്, അങ്ങനെയാണ് ഇതിലേക്ക് റിസൾട്ട് വരാം. സാർ എങ്ങനെയാണ് ഒരു നിങ്ങളിപ്പോൾ വരുന്ന ക്ലയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഞാനൊരു ക്ലയൻറ്റിന് ഞാൻ ഓൺബോർഡ് ചെയ്യണത് വളരെ സമയമെടുത്തിട്ടാണ്. എനിക്ക് ഒരുപാട് ക്ലയൻറ്റുകൾ എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ ചില കണ്ടീഷൻസ് പറയും. നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാ, നിങ്ങൾ ഇതിന് മുന്നേ ആരൊക്കെയായിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താ, നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് എന്താ. ഞാൻ അവരെ കൃത്യമായിട്ട് പറഞ്ഞു, നോക്കി ഇത്ര ഡേറ്റ് നമ്മൾ ഇത്ര സമയം എടുത്താൽ റിസൾട്ട് വരൂ. ചിലപ്പോൾ ആദ്യത്തെ ഒരു മാസം വരണമെന്നില്ല, രണ്ടാമത്തെ മാസം വരണമെന്നില്ല. പക്ഷെ ഞാനൊരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കും. അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ ഞാൻ കൺവിൻസ് ചെയ്ത് കഴിയുമ്പോൾ അവരൊക്കെ ഒരാൾ ഞാൻ ഓടിച്ചാടി എല്ലാ ക്ലയൻറ്റും എടുക്കില്ല. അങ്ങനെ ക്ഷമയുള്ള ക്ലയൻറ്റ്, നല്ല രീതിയിൽ പ്ലാനുള്ള ക്ലയൻറ്റ്, വിഷനുള്ള ക്ലയൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവരുണ്ട് ബഡ്ജറ്റിൽ ചെയ്തിട്ട് ഇപ്പം തന്നെ റിസൾട്ട് വരുമെന്ന് ചോദിക്കും. ഇപ്പം ചിലവർ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ഇന്ന ഒരു ഏജൻസി ആയിട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു എൻക്വയറിക്ക് 10 രൂപ കിട്ടി, സാറിന് അത് 8 രൂപയ്ക്ക് ആക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഞാൻ പറയും നിങ്ങളുടെ ആവശ്യം എൻക്വയറി ആണ്, ബിസിനസ് അല്ല. ആ അപ്രോച്ച് തന്നെ തെറ്റാണ്. അവർക്ക് വേണ്ടത് ഡേറ്റയാണ്, ക്വാളിറ്റി ഡേറ്റയോ ബിസിനസ്സിനെ കുറിച്ചിട്ടല്ല സംസാരിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ അപ്രോച്ച് തന്നെ തെറ്റാന്ന് പറയും. അപ്പം അങ്ങനെയുള്ള വിഷനുള്ള പ്രൊജക്റ്റുള്ള അങ്ങനെയുള്ള ക്ലയൻറ്റുകൾ മാത്രമാണ് ഞാൻ ഓൺബോർഡ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ആയി. തുടക്കക്കാർ വേണമെങ്കിൽ ചെറിയ പ്രൊജക്റ്റിലൊക്കെ എടുത്ത് ചെയ്ത് അവർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന അത് വേറൊരു ഗെയിമാണ്. പക്ഷെ ഒരു ലെവലെത്തിക്കഴിഞ്ഞ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കൂടുതലും. ഇപ്പോൾ എനിക്ക് വരുന്ന ക്ലയൻസിന് ഇപ്പോൾ മിനിമം നിങ്ങൾ 90 ഡേയ്സിന് ഒന്നും പ്രതീക്ഷിക്കരുത്. അതന്നെ. അങ്ങനെ അതായത് ഇപ്പം കുറേ ഫ്രീലാൻസേഴ്സ് അല്ലെങ്കിൽ കുറേ ഡിജിറ്റൽ ഏജൻസീസ് അവർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ ആഡ് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്ന് വെച്ചാൽ ഇത്രയും ഇംപ്രഷൻ എത്തി, ഇത്ര റീച്ച് എത്തി എന്നൊക്കെ ഇങ്ങനെ പറയും. അതായത് ആൾക്കാരെ പൊട്ടനാക്കാവും. അതായത് വാട്ട് യു വാണ്ട് ഇസ് ബിസിനസ്, യു വാണ്ട് സെയിൽസ്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അവനെ കാണുന്ന ഒരു കുഞ്ഞു കുട്ടീനെ പോലെയാണ്. അവനെ ഡേറ്റ ഫീഡ് ചെയ്ത് ഇപ്പൊ അവനെ വളർത്തിയെടുത്ത് അവന് ഒരു ഇന്ന് കീ സെർച്ചസ് വന്നു, ഇത് നെഗറ്റീവ് ആണ്, വേണ്ട മോനെ ഗൂഗിളെ ഇതിൽ പരസ്യം കാണിക്കരുത്. നല്ല കീവേഡ്സ് വന്നു, അതിൽ നമ്മൾ കൺവേർഷൻ ട്രാക്കിംഗ് സെറ്റ് ആണ്. അത് പല ആൾക്കാർക്ക് അറിയത്തില്ല. അവർ ഗൂഗിൾ ടാഗ് മാനേജർ വെച്ച് കണക്ട് ചെയ്ത് സെറ്റ്, അവർക്ക് അത് ഭയങ്കര സിമ്പിൾ ആണ് ആക്ച്വലി. അതൊരു കൺഫ്യൂഷൻ. എനിവേ, അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് ഓക്കെ ഇത് നല്ലത്, ഇത് ചീത്തത്, ഇങ്ങനെ പറഞ്ഞ് അവനെ പതുക്കെ ഇങ്ങനെ
ആ ക്യാമ്പയിൻ റെഡിയാക്കി വരണം. ഇതിനുള്ള പേഷ്യൻസ് വേണം. അപ്പോൾ ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ സംസാരിച്ച് പുള്ളി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഫേസ്ബുക്കിൽ 600 ക്യാമ്പയിൻസ് അങ്ങ് ഉണ്ടാക്കും. എന്നിട്ട് പുള്ളി പറയും, ഞാൻ പറഞ്ഞു എന്തിനാ 600 ക്യാമ്പയിൻസ് ഉണ്ടാക്കി വെക്കുന്നത്? പുള്ളി പറഞ്ഞു ഇല്ല, ഇതിൽ 3-4 വർക്ക് ചെയ്യും, അത് മാത്രം ഞാൻ ചെയ്യും, പിന്നെ അങ്ങോട്ട് വെക്കും അത്ര. വാട്ട് ഈസ് ദിസ്? അപ്പൊ റിസൾട്ട് ഉണ്ടോ? അത് അതായത് 600 ക്യാമ്പയിൻസിൽ 3-4 ക്യാമ്പയിൻ റിസൾട്ട് കളിക്കാൻ പറ്റില്ല. കാരണം ഇവന് 1000 രൂപയെങ്കിലും ഡെയിലി ഇട്ടിട്ട് 1000 രൂപ അറ്റ്ലീസ്റ്റ് ഒരു ക്യാമ്പിൽ ഇട്ടിട്ട് അപ്പൊ തന്നെ 6 ലക്ഷം രൂപ പോയി പൈസ. അത്രയും രൂപ ടെസ്റ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം, എന്ത് മണ്ടത്തരാണ്. അതിന് പകരം നമുക്ക് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് എക്സിസ്റ്റിംഗ് ഡേറ്റ വെച്ച് മനസ്സിലാക്കി കുറച്ച് ക്യാമ്പയിൻസ് ഉണ്ടാക്കി അവനെ പതുക്കെ കുറച്ച് എമൗണ്ട് ഇട്ടിട്ട് കൂടി 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 വരിക, അല്ലെങ്കിൽ അവന് വേറെ വേർഷൻസ് ഉണ്ടാക്കും. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പുതിയ ക്ലയൻറ്റ് വന്നു, ഞാൻ ആദ്യം വളരെ ചെറിയ ബഡ്ജറ്റ് ഇടുള്ളൂ. എക്സാക്ട്ലി, ഞാനത് തന്നെയാണ്. ചെറിയ ബഡ്ജറ്റ് ഇട്ട് അവരൊന്ന് പഠിക്കും. പഠിച്ച് നല്ല, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ നെഗറ്റീവ് കീവേഡൊക്കെ ഇട്ട് ഒപ്റ്റിമൈസ്, നമുക്കൊരു കോൺഫിഡൻറ്റ് ലെവൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ബഡ്ജറ്റ് കൂട്ടും. അപ്പോൾ റിസ്ക് ഫാക്ടർ കുറവാണ്. ചിലർ തുടക്കം തന്നെ എത്ര ബഡ്ജറ്റ് 50,000 അന്ന് തുടക്കം തന്നെ 1000-1500 ഡെയിലി ഇട്ട് നമ്മൾ അങ്ങനെ ഇടില്ല. ചെറുതായിട്ട് ഇട്ട് അതിൻ്റെതായ ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡ് നമ്മൾ വെയിറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് അടുത്തടുത്ത ലെവൽ. അതെ, അത് ചില എനിക്കറിയത്തില്ല കേട്ടോ, ചില ഏജൻസീസ് എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസ് പറയുന്ന കൺസേൺ ആണ്. അവർ പറയും അവര് ആ മാസത്തിന്റെ മന്ത്ലി സ്പെൻഡിന്റെ ഇന്ന പെർസെന്റേജ് ആണ് നിങ്ങൾ എനിക്ക് ഫീസ് ആയിട്ട് തരേണ്ടതെന്ന് പറയും. അപ്പൊ ഞാൻ ഒരിക്കലും ആ പ്രൈസിങ് മോഡൽ ഫോളോ ചെയ്യില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അങ്ങനെയാണെങ്കിൽ ഇവര് മനഃപൂർവ്വം ചിലപ്പോൾ ഒരു പക്ഷേ ബഡ്ജറ്റ് കൂട്ടിയിടാൻ പറയും. അതെ അതെ. ഈ ബിസിനസ് ഓണേഴ്സിന് അവർ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കാൻ, അവർക്ക് അവരുടെ ബിസിനസ് നടത്തുന്നതിന് അപ്പോൾ അവരോട് ഇങ്ങനെ പറയും എനിക്ക് ഇത്ര പെർസെന്റേജ് തരാൻ പറയും. ചിലപ്പോൾ ഒരു ഫിക്സ്ഡ് ഫീ ഉണ്ടാവും, അതിന്റെ മേലെ ഒരു പെർസെന്റേജ്. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ക്ലയൻസ് വരും പറയും എനിക്ക് അങ്ങനെ സംഭവമൊന്നുമില്ല, ഞാൻ മേടിക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് ഫീസ്. അല്ലെങ്കിൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നല്ല ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ മേടിക്കുന്ന ഫിക്സ്ഡ് ഫീനേക്കാളും കൂടുതൽ എനിക്ക് കാശിട്ടായിരിക്കും. പക്ഷെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് റിസൾട്ട് ഒന്നും വരാത്തൊരു സമയം വന്നു കഴിഞ്ഞാൽ ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു എലമെന്റ് പോകും. ആ റിസ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് ഫീസ് ആണെങ്കിൽ പോലും ലോങ് ടേമിൽ ആൾക്കാരെ വെക്കാൻ നിങ്ങൾ ശ്രമിക്കാം എന്നാണ് എൻ്റെ ഒരു പോളിസി. അതാണ്, മനസ്സിലായോ? അപ്പോൾ ഈ ബിസിനസ് ഓണേഴ്സ് നമ്മളെ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമ്മളുള്ളൊരു വിശ്വാസം, അത് കുറേ ഫ്രീലാൻസേഴ്സും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസും ഇതാക്കിയിട്ടുണ്ട്. അവരെ കുറെ ആൾക്കാർ വിഷമത്തിലാണ്, താല്പര്യമില്ല, ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനോട് ചെയ്യാൻ താല്പര്യമില്ല. ഒരു ബുദ്ധിമുട്ട്, അതൊരു ഭയങ്കര വലിയ പ്രോബ്ലം ആണ്. ഇപ്പോൾ ഞാൻ എന്തിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സ് ആണ് എൻ്റെ പ്രൈം. ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഏജൻസി തുടങ്ങിയോ? അതെ, ഏജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏജൻസിന്ന് വിളിക്കാറില്ല, എൻ്റെ ഒരു ടീമുണ്ട്. അതായത് ഏജൻസി. അതെ, ഗുഡ്. അതായത് പക്ഷെ ഇപ്പൊ എൻ്റെ ഡിജിഡാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ്ങിലാണ് പോകുന്നത്. അതായത് ഏജൻസി തുടങ്ങി നിങ്ങൾക്ക് ടീമുണ്ട് ബേസിക്കലി എല്ലാം ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്ര നാൾ ഫ്രീലാൻസർ ആണ്, പക്ഷെ ഞാൻ ഈ വർഷമാണ് ആക്ച്വലി അതിനെ രജിസ്റ്റർ ചെയ്തത് ഒരു കമ്പനി ആയിട്ട്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയും SEOയും പിന്നെ വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, പിന്നെന്താണ് ഈ ക്രിയേറ്റീവ് ആഡ്സ് ചെയ്യുന്ന പരിപാടി, എഡിറ്റിംഗ്, പിന്നെ ഫേസ്ലെസ് യൂട്യൂബ് ഓട്ടോമേഷൻ, ഇതിനൊക്കെ എനിക്ക് ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ ഒരു വർക്ക് തന്ന ആ വർക്കിന്റെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഞാൻ സെലക്റ്റീവ് ആണ്. ഏത് പ്രൊജക്ടുകളിലാണ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ ഓഫ് ബിസിനസ്സിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്? എനിക്കിപ്പോൾ വർക്ക് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഞാൻ എൻ്റെ ഇനിഷ്യൽ കേസിൽ എല്ലാം ട്രൈ ചെയ്തു, ഇ കൊമേഴ്സ്, എഡ്ടെക്, അത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഇപ്പം വളരെ ഇഷ്ടമാണ്, ഞാൻ കുറച്ചും കൂടി ഒരു സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ടുകളാണ് കൂടുതലും. എനിക്ക് വളരെ ഈസിയാണ്. ഇതിൽ തന്നെ ഞാൻ അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഈ അവരുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ടാണ് നമ്മളുടെ കസ്റ്റമേഴ്സ്, പ്രോസ്പെക്ട്സ്, അതായത് കസ്റ്റമേഴ്സ് ആവാൻ പോകുന്ന ആൾ, അവൻ എന്തെന്ന് ഉറങ്ങാൻ പറ്റാത്തത്, എന്തുകൊണ്ട് അവന് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് ആ വിഷമം നമ്മൾ മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. അവന്റെ മനസ്സിൽ പോകുന്ന ചിന്തകളെ മനസ്സിലാക്കുക. അവൻ എന്താണ്, അവൻ എങ്ങനെയാണ് അവന്റെ വിഷമം സംസാരിക്കുന്നത് മനസ്സിന്റെ അകത്ത്, അത് മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ ഹെഡ്ലൈൻസിലും ലാൻഡിംഗ് പേജിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് എൻക്വയറി ഒക്കെ നടത്താം. മനസ്സിലായി? നിങ്ങളുടെ റൈറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഇപ്പം ഡാൻ്റെ എന്താ ഡാൻ്റെ ഒരു ഫ്യൂച്ചർ, എന്താണ് ഡാൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ? അടുത്തൊരു 2 വർഷത്തേക്ക് പ്ലാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ ഡെവലപ്പ് ചെയ്യാനോ പുതിയ പ്രൊജക്റ്റുകളൊക്കെ എടുക്കാനോ ഒക്കെ അങ്ങനെ പ്ലാൻ ഉണ്ടോ? ഇപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പം ഞാനും കോഴ്സസ് ഗൂഗിൾ ആഡ്സ് ഫോക്കസ് ചെയ്ത് മാത്രം
കോഴ്സസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. വെരി ഗുഡ്. നമ്മുടെ സ്റ്റുഡന്റ് ഇപ്പൊ നമ്മളായിട്ട് ഒരു കോമ്പറ്റീഷനിലാണ്. ഇല്ല, കോമ്പറ്റീഷൻ ഞാൻ ഗൂഗിൾ ആഡ്സ് മാത്രമേ പഠിപ്പിക്കുന്നു. ബാക്കി ഉള്ള സംഭവങ്ങളൊന്നും ഞാൻ ശരി. അതായത് പിന്നെ ഞാനിപ്പോൾ യൂട്യൂബിൽ ഇടുന്ന കണ്ടന്റ് എന്തായാലും ഞാൻ പ്രാക്ടീസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അതിലൊന്നോ രണ്ടോ കുറച്ച് കാശ് കളഞ്ഞ് എനിക്ക് മനസ്സിലാക്കി. അങ്ങനെയാണ് വേണ്ടത്. ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് പഠിച്ച് ജോലി കിട്ടി സ്വന്തമായിട്ടൊരു ഏജൻസി തുടങ്ങി സ്വന്തമായിട്ട് നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ആണ്. മനസ്സിലായോ? അത് ഞാൻ ആക്ച്വലി സാറിന്റെ അന്ന് സംസാരിച്ചിരുന്ന ആ പഠിപ്പിക്കുന്ന രീതി സാറിന്റെ നന്നായിട്ട് വീഡിയോസ് കണ്ടാൽ മനസ്സിലാക്കും. സാറിന്റെ ആ ഒരു ചെറിയ ചെറിയ വേർഡിങ്സും ഫ്രേസസും അല്ല, എനിക്ക് എന്നൊക്കെ പറയുന്നത് പഠിപ്പിക്കാൻ എനിക്ക് പാഷനാണ്, പഠിപ്പിക്കുന്നതിനോട് താല്പര്യമുള്ള ഒരാളാണ്. അതെ, ഞാനും ഒരു അപ്പോൾ രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ ഞാൻ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ചെയ്തില്ല, ഞാൻ മലയാളത്തിൽ. കാരണം ഇംഗ്ലീഷ് കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മുടെ ഓഡിയൻസ് കേരളൈറ്റ്സ് ആണെങ്കിൽ നമ്മൾ ആ ലാംഗ്വേജിലാണ് ചെയ്യുന്നത്, മലയാളം. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ ചെയ്ത് ഇപ്പൊ അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർക്ക് അറിയാം. പിന്നെ UAE നിന്നും ക്ലയൻസും ഇതും സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. പിന്നെ ഇനി ഫോക്കസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ ഇംഗ്ലീഷിൽ വീഡിയോ പ്ലാൻ ഉണ്ട്. അപ്പൊ എനിക്ക് ഉണ്ടായ ഒരു ഫ്രീ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഫ്രീ ഗൂഗിൾ ആഡ്സ് ഫ്രീ ആയിട്ട് എന്തിനാ ഇപ്പൊ. അപ്പോൾ അതിൽ നിന്നും ഒരു കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് ഡീപ്പ് ഡൗൺ പ്രാക്ടിക്കൽ ടിപ്സ് അറിയാവുന്ന ആൾക്കാർ മാത്രമേ എൻ്റെ കോഴ്സ് മേടിക്കത്തുള്ളൂ. മനസ്സിലായേ? പിന്നെ ഞാൻ ഇപ്പോൾ തമിഴിലും ഇംഗ്ലീഷിലും കണ്ടന്റ് ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ മലയാളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് തമിഴ്? അപ്പൊ എനിക്കൊരു തമിഴ് ക്ലയന്റ് ഉണ്ട്. തമിഴ് അറിയാം? തമിഴ് പേസ് തരും. അവിടെയാണോ പഠിച്ചത്? തമിഴ് 8ാം ക്ലാസ് വരെ തമിഴ്നാട്ടിലായിരുന്നു. അപ്പൊ ഞാനിപ്പോ തമിഴില് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് സ്പ്രെഡ് ചെയ്തതിന് അവിടെയും കുറച്ച് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനാണ്. അതായത് ഇപ്പൊ 1-2 സ്റ്റുഡന്റ് ഇപ്പൊ ഒരു കോഴ്സ് മേടിക്കുന്ന ആളും ഒരു ക്ലയന്റ് ഉണ്ട്. അപ്പൊ ഇവര് ഞാൻ ഇങ്ങനെ സ്റ്റഡി ചെയ്തു. അപ്പോൾ തമിഴ്നാട്ടിൽ നോക്കുമ്പോൾ യൂട്യൂബ് ചാനലൊന്നും അധികം നല്ല കണ്ടന്റ് ഇല്ല. ഇവിടെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. വെരി ഗുഡ്. ഞാനത് തുടങ്ങും. മനസ്സിലായോ? അപ്പൊ ഇംഗ്ലീഷിൽ ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് ആണ് അത് കംപ്ലീറ്റ് ആയിട്ട് തമിഴിൽ ഇറങ്ങണം. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പൊ യൂട്യൂബ് ചാനൽ വളർത്തി കൊണ്ടുവരുന്നത്, അതിൽ യൂട്യൂബ് ഇപ്പൊ ഗൂഗിൾ ആഡ്സ് മലയാളം എന്ന് അടിച്ച് ഞാൻ ആദ്യം എന്റെ ചാനലിൽ കയറി വരുന്നത്. അപ്പൊ അത് യൂട്യൂബ് SEO എങ്ങനെ ചെയ്തു, അപ്പൊ അത് മനസ്സിലായി. അപ്പൊ അത് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ എന്ത് നമ്മൾ ചെയ്താൽ അത് പഠിപ്പിക്കാൻ പറ്റും. പഠിപ്പിക്കാൻ ഒരു കഴിവ് വേണം കേട്ടോ, ഒരു നാക്ക് വേണം. അപ്പൊ അത് അങ്ങനെ ഞാൻ ബിൽഡ് ചെയ്യുന്ന സ്കിൽസ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പോവാണ്. ഇപ്പൊ ഗൂഗിൾ അനലിറ്റിക്സ് അങ്ങനെ പഠിപ്പിച്ച് നിങ്ങൾക്ക് ഒന്നും കൂടി നോളജ് കൂടും, ഒന്നും കൂടി എക്സ്പെർട്ട് ആവാൻ പറ്റും. ഞാൻ ഫോക്കസ് ചെയ്ത് ഇപ്പൊ ഉള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രശ്നം വെച്ചാൽ അവരെല്ലാം ചവറ് പോലെ വാരി പഠിക്കാൻ ഒരു എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ എല്ലാം പഠിക്കും, എവിടെ ഒരെണ്ണം പോലും കൃത്യമായിട്ട് അറിയില്ല. കറക്റ്റ്. ഒരു സാധനം പോലും മര്യാദക്ക് അറിയത്തില്ല, എല്ലാം പഠിക്കാന്ന്. അവസാനം ഇപ്പൊ ഞാൻ ചില ഇന്റേൺസിനൊക്കെ വരുമ്പോൾ അവർക്ക് ഞാനിങ്ങനെ ടാസ്ക് കൊടുക്കും, നിങ്ങളിത് ചെയ്തു പോവാ. അപ്പൊ അത് കാണുമ്പോ തന്നെ എനിക്കറിയാം ഇത് ChatGPT നോക്കി ഷോർട്ട് കട്ട് എടുത്തിട്ട് ഒരു എഴുതി വെച്ചതാണെന്ന് എനിക്കറിയാം. അപ്പൊ ഇന്നലെയും കൂടി ഞാൻ ഒരു പുതിയൊരു ഇന്റേണിനെ ഹയർ നോക്കിയപ്പോൾ ഞാൻ പുള്ളിക്ക് ഒരു ടാസ്ക് കൊടുത്തു. ഈ ഒരു സാധനം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് നീ എങ്ങനെ മാർക്കറ്റ് ചെയ്യും, മനസ്സിലായി, നീ എന്ത് ചെയ്യും. പുള്ളി അതുകൊണ്ട് ChatGPT ഇട്ടിട്ട് ട്വിറ്റർ. അതായത് എനിക്ക് തോന്നുന്നു അവർക്കൊന്നും ഈ ഫീൽഡിന് അത്ര പാഷനേറ്റ് ആയിരിക്കില്ല. അതെ, ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ട് പോണതായിരിക്കാം. അപ്പം പക്ഷെ ഇപ്പൊ എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഐദർ എനിക്കങ്ങനെ ആരും ഫയർ ചെയ്യണമെന്നില്ല. അത് യു ടോർച്ചർ പീപ്പിൾ ടു ഗ്രേറ്റ്നെസ്. അവനെ അതായത് ഇത് NVIDIAയുടെ CEO-യുടെ ഒരു റീൽ ഞാൻ കണ്ടു. പുള്ളി പറഞ്ഞത് തന്നെയാണ്, ആരും നീ ഫയർ ചെയ്യരുത്, നിങ്ങൾ ഹയർ ചെയ്തിട്ടെങ്കിൽ യു ഹാവ് സീൻ സം പൊട്ടൻഷ്യൽ. പിന്നെ അവനെ ടോർച്ചർ ചെയ്യാം, അവൻ ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യുന്നവരെ. അടിപൊളി. മനസ്സിലായോ? അപ്പൊ അവനത് ഡെവലപ്പ് എടുക്കണം വേണമെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു അവന്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ നീ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ChatGPT ആണ്, അതെനിക്ക് മനസ്സിലായി. നീ പോയിട്ട് നിന്റെ സ്വന്തമായിട്ടുള്ള ഐഡിയാസ് ബ്രോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല, നല്ല ഡെവലപ്പ് ആവും. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ അല്ല പ്രശ്നം. അതെ, ഒരു നോയ്സ് ആണ് പ്രശ്നം. അതെ, എല്ലാത്തിനും കോഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഇൻഫർമേഷൻ എല്ലായിടത്തും. അത് ഒരു സാധനം പിടിച്ച് നീ ഫോക്കസ് പോകാൻ. നമുക്കായാലും ഇപ്പൊ ഒരു ടോപ്പിക്ക് നമ്മൾ ഗൂഗിളിൽ റിസർച്ച് ചെയ്യാൻ എടുത്താൽ ചുറ്റും നമ്മുടെ തലയിൽ 1000 ടോപ്പിക്സും തോട്ടുകളും വരും, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. ഇപ്പോൾ ഞാൻ പണ്ട് വർക്ക് ചെയ്ത കമ്പനി വളരെ ചെറിയ ടെക്നോ പാർക്കിൽ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്താണ്. അവിടെ ഞാൻ ടെക്നിക്കൽ കണ്ടന്റ് റൈറ്റർ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നതിന് മുന്നേ. അപ്പോൾ അവിടെ പുള്ളി എന്നോട് പുള്ളി വളരെ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിൽ
പുള്ളി അത്യാവശ്യം ഒരു ചെറിയ ടീമിനെ വെച്ചിട്ട് നല്ലൊരു ഉയർച്ചയിൽ എത്തിച്ചു, നല്ല ഇന്റർനാഷണൽ അവാർഡ്സ് ഒക്കെ കിട്ടി. അപ്പൊ ഈ പറഞ്ഞ വലിയ വലിയ കമ്പനീസ് ഒക്കെ പുള്ളിയുടെ കമ്പനി മേടിക്കാമെന്ന് പറഞ്ഞ് ലൈക്ക് ഒത്തിരി കാശ് ഓഫർ ചെയ്തു. അപ്പൊ പുള്ളി ഞങ്ങളുടെ ഒരു മീനിലാരെ മീറ്റിംഗ് വിളിച്ചിട്ട് പുള്ളി ഞങ്ങളോട് പറഞ്ഞു, വൈ ഡു ബിഗ് ജയൻസ് ലൈക്ക് ദീസ്, ഐ മീൻ ലൈക്ക് കമ്പനിയുടെ പേര് പറയുന്നില്ല, ഇപ്പൊ സിസ്കോ പോലത്തെ കമ്പനീസ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, നമ്മൾ പ്രൊഡക്റ്റ് നമ്മളെ കമ്പനി തന്നെ മേടിക്കാമെന്ന് പറയുന്നുണ്ട്. ബട്ട് വൈ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയേഴ്സ് ഉള്ള എന്തുകൊണ്ടാണ് അവര് നമ്മൾ മേടിക്കുന്നത്? അപ്പൊ പുള്ളി അവരോട് ചോദിച്ചു. അപ്പൊ ഓരോരുത്തരും ഓരോ ഉത്തരങ്ങൾ പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സർ ഇനി നമ്മൾ വലുതായിട്ട് അവർ കോമ്പറ്റീഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ നമ്മൾ മേടിക്കാന്നൊക്കെ. പറഞ്ഞു ഗുഡ് പോയിന്റ്, ബട്ട് ദാറ്റ്സ് നോട്ട് ദി ആൻസർ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കുറെ പറഞ്ഞു. അവസാനം പുള്ളി എന്നോട് പറഞ്ഞു, ആരും ഉത്തരം പറഞ്ഞില്ല. പുള്ളി പറഞ്ഞു ഫോക്കസ്. വെരി ഗുഡ്. നമ്മൾ ഒരു പർട്ടിക്കുലർ സംഭവത്തിൽ മാത്രം ഹൈപ്പർ ഫോക്കസ് ചെയ്ത് 10-20 പേരുടെ ബുദ്ധി ഇതിൽ മാത്രം ഇത് മാത്രം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഈ ഒരു ഫോക്കസ് ഉള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പറയാനുള്ളൊരു ഉപദേശം എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? അതായത് ഞാനിപ്പോൾ ഗൂഗിൾ ആഡ്സിനെ സെലക്ട് ചെയ്യുന്ന ആരോടും പറയത്തില്ല. നമുക്ക് നമ്മളായിട്ട് ട്യൂണിൻ കണക്ട് ആവുന്ന ഒരു സാധനം സെലക്ട് ചെയ്യാം. എൻ്റെ സിസ്റ്റർ ഒരു മോഡലാണ്. ഓക്കെ, ഇപ്പൊ പുള്ളിക്കാരി മോഡലിംഗ് എന്നൊക്കെ ചെയ്തു. ആളുടെ സിസ്റ്ററും നമ്മുടെ സ്റ്റുഡന്റ് ആയിരുന്നു. അതെ, ഞാൻ ഇതേപോലെ വേറൊരു എൻ്റെ ഒരു ഫ്രണ്ടും സാറിന് അവിടെ. അപ്പോൾ ഇപ്പൊ സിസ്റ്റർ മോഡലിംഗിലായിരുന്നു. അപ്പൊ പുള്ളിക്കാരി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു ഇത് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. അപ്പം ഇപ്പോൾ പുള്ളിക്കാരിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ ഇൻസ്റ്റാഗ്രാമിന്റെ വൈബ്, റീല്, അതെങ്ങനെ എന്തിട്ട കത്തും എന്തിട്ട കറക്റ്റ് ഉണ്ട്. അതായത് ഓരോരുത്തരുടെ സ്കില്ല് അനുസരിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോം ചൂസ് ചെയ്താൽ മതി. എല്ലാവർക്കും ചിലവർക്ക് നന്നായിട്ട് റീൽ ചെയ്യാം, സോഷ്യൽ മീഡിയ ആയിരിക്കും ചിലവർക്ക് നന്നായിട്ട് ഗൂഗിൾ ആഡ്സ് ആയിരിക്കും, ചിലവർ SEO മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ട്, ഇമെയിൽ മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. കാരണം ഞാൻ ഇമെയിൽ മാർക്കറ്റിംഗ് ആൾക്കാരായിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ മെയിൻ പരിപാടി ഇമെയിൽ മാർക്കറ്റിംഗ്. ചിലവർ ലിങ്ക്ഡിൻ ആഡ് മാത്രം, അവർ ലിങ്ക്ഡിൽ മാത്രമായിരിക്കും ഫോക്കസ്. ലിങ്ക്ഡിൽ അവരൊരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കി ആ ലെവലിൽ ചെയ്യുന്നവരുണ്ട്. അതായത് ബേസിക്കലി എന്നൊരു സാധനം, അതെ, ബേസിക്കലി എല്ലാത്തിനെയും കുറിച്ച് മനസ്സിലാക്കാം. അവനവൻ്റെ ഒരു സ്കില്ല് എന്താണോ, അവനവൻ്റെ ടേസ്റ്റ് എന്താണോ, അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു മെന്റേഴ്സിനെ വേണം. ഇപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പഠിച്ചത് കൊണ്ട് എനിക്ക് സാറിന്റെ ഗൂഗിൾ ആഡ്സിലേക്ക് ഒരു പാഷൻ കണ്ടപ്പോൾ എനിക്ക് അത് കുറച്ചുകൂടി കണക്ട് ചെയ്തു. ഇത് പറഞ്ഞു വെച്ചാല് ഇഫ് യു ഹാവ് നോ മെന്റർ യു ഹാവ് നോ ഡയറക്ഷൻ. അത് തന്നെ കറക്റ്റ് ആണ്. അപ്പോൾ നല്ല മെന്റേഴ്സ് ആക്ച്വലി ഇതെന്താണെന്ന് കാണിച്ചു തരും. അതിന്റെ ഇൻസ് ആൻഡ് ഔട്ട്സ്, വേണ്ടാത്ത തെറ്റാണെങ്കിൽ തെറ്റ്, ശരി. അപ്പൊ എല്ലാം അതിന്റെ നെഗറ്റീവ്സും പ്രോസും കാണിച്ചു തരുന്ന ആൾക്കാർ വേണം. അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാധനം എടുക്കുക. അല്ലാതെ ചുമ്മാ ആൾക്കാർ പറഞ്ഞു ഇപ്പൊ നാളെ ഡേറ്റ അനലിസ്റ്റ് ആവണം അല്ലെങ്കിൽ AI ഡെവലപ്പർ ആവണം. ഇപ്പൊ ഈ ചാറ്റ് ജി പി ടി വന്നപ്പോ എല്ലാവരും പറഞ്ഞു എല്ലാവരുടെയും ജോലി പോകുന്നു പറഞ്ഞു. ഇപ്പൊ ഡീപ്സിക്ക് വന്നപ്പോ ചാറ്റ് ജി പിയുടെ ജോലി പോകുന്നു എല്ലാവരും പറയുന്നു. മനസ്സിലായി? 10-1 ചിലവർ ഡീപ്സിക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ബേസിക്കലി ഫോക്കസ് ചെയ്യാം, എല്ലാത്തിനെയും കുറിച്ച് പഠിക്കുക, T-shaped knowledge അതെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പം എന്തായാലും ഡാൻ ഒരു വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. ഞാനും ഭയങ്കര പ്രൗഡാണ്. അതിന് ശേഷം ഇന്നാണ് കൂടുതൽ സംസാരിക്കുന്നത്. സത്യം, ഡാൻ ഒരുപാട് നോളജ് ഉണ്ടെന്ന് മനസ്സിലായി, വലിയ വിഷൻ ഉണ്ടെന്ന് മനസ്സിലായി. നിങ്ങൾ ഇപ്പോൾ ട്രെയിനിങ് തുടങ്ങണു, ഏജൻസി തുടങ്ങണു. ഐ എം വെരി ഹാപ്പി, ഐ എം പ്രൗഡ്. ഓക്കെ, എന്തായാലും താങ്ക് യു ഫോർ സ്പെൻഡിങ് സം ടൈം വിത്ത് മീ. താങ്ക് യു സോ മച്ച്. സന്തോഷമുണ്ട് സർ.